ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അഗീതം മല്ലു ബിഗ് ബോസ്. അവസാന നിമിഷം നിങ്ങൾ എല്ലാവരും അറിയാൻ ആഗ്രഹിക്കുന്ന ചില പ്രഡിക്ഷൻ ലിസ്റ്റുകൾ, അതുപോലെ തന്നെ ചില വ്യക്തികളുടെ പേരുകൾ ഉൾപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഇത് അവതരിപ്പിക്കുകയാണ്. അപ്പോൾ നമുക്ക് അടുത്ത 2-3 ദിവസങ്ങൾക്കകത്ത് ആരൊക്കെയാണ് കയറാൻ പോകുന്നത്, കൃത്യമായിട്ടുള്ള കംപ്ലീറ്റ് മത്സരാർത്ഥികളുടെ ലിസ്റ്റ്, കണ്ടസ്റ്റന്റ് ലിസ്റ്റ് നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ പറയാൻ പോകുന്ന ലിസ്റ്റിൽ നിന്ന് ഏറെക്കുറെ 1-2 അതിലധികമോ ആൾക്കാർ നമുക്ക് റിയൽ ബിഗ് ബോസ് സീസൺ 7ലേക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഇനി അങ്ങോട്ട് ബിഗ് ബോസ് വിശകലനങ്ങൾക്കും റിവ്യൂകൾക്കും വാർത്തകൾക്കും അപ്ഡേറ്റുകൾക്കും ഒക്കെ ആയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. അതോടൊപ്പം തന്നെ ഈ ഒരു പ്രഡിക്ഷൻ ലിസ്റ്റിൽ ആരെയൊക്കെയാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത് കമന്റ് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ കാര്യത്തിലേക്ക് കടക്കാം. ഫസ്റ്റ് കിലി പോളാണ്. ഇന്ത്യക്കാരനല്ല, പക്ഷെ ഒരുപാട് ബിഗ് ബോസുകളിൽ ഇന്ത്യക്കാരല്ലാത്ത ഒരുപാട് പേര് വന്ന താരങ്ങളായി പോയിട്ടുണ്ട്. ഇത്തവണ അദ്ദേഹം ഉണ്ടാകുമോ നിങ്ങൾ തന്നെ പറയാം. മറ്റൊന്ന് കൃഷ്ണകുമാർ ആണ്. അദ്ദേഹം വന്നു കഴിഞ്ഞാൽ രസകരമായിരിക്കും. വളരെ പല കാര്യങ്ങൾ കൊണ്ടും വിവാദങ്ങൾ കൊണ്ടും ഒക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഒരു പേരാണ്. മറ്റൊന്ന് ദാസേട്ടൻ കോഴിക്കോടാണ്. വൈറൽ താരങ്ങളിൽ ഇദ്ദേഹം വന്നു കഴിഞ്ഞാൽ വലിയ ഇപ്പോൾ ഒരു ഹൈപ്പില്ല എങ്കിലും തിരിച്ച് ഒരുപാട് വ്യക്തികൾക്ക് പേഴ്സണലായിട്ട് അറിയാവുന്ന ഒരു വ്യക്തി കൂടിയാണ് ദാസേട്ടൻ കോഴിക്കോട്. മറ്റൊന്ന് രേണു സുധിയാണ്. ഇത്തവണ ഏറ്റവും കൂടുതൽ പല പ്രഡിക്ഷൻ ലിസ്റ്റുകളിലും നമ്മൾ ആവർത്തിച്ച് കേട്ടൊരു പേര് കൂടിയാണ്. ഒരുപാട് പേര് പല രീതിയിൽ പറയുന്നുണ്ട് എങ്കിലും തീർച്ചയായിട്ടും അവരുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒരു വാല്യൂബിൾ ആണ്. അതായത് റേറ്റിങ്ങിനായാലും എന്തിനായാലും. മറ്റൊന്ന് ഏഷ്യാനെറ്റ് കുടുംബത്തിൽ നിന്ന് തന്നെ ആദിത്യ ജയനാണ്. നിങ്ങൾ ഒരുപാട് സീരിയലുകൾ വഴിയും സിനിമ വഴിയും അദ്ദേഹത്തെ കണ്ടിട്ടുണ്ടാകും. ഇദ്ദേഹമാണ് പുള്ളി. അടുത്തത് സീരിയൽ കുടുംബത്തിൽ നിന്ന് തന്നെ മറ്റൊരു വ്യക്തി ബിന്നി സെബാസ്റ്റ്യൻ ആണ്. നമുക്ക് എന്തായാലും ഏറെക്കുറെ പ്രതീക്ഷിക്കാൻ കഴിയുന്ന ഒരു താരം കൂടിയാണ്. നമുക്ക് കാത്തിരിക്കാൻ വരുമോ ഇല്ലയോ എന്ന്. മറ്റൊരു പ്രധാനപ്പെട്ട താരം ജിഷിൻ മോഹനാണ്. അതും സീരിയൽ കുടുംബത്തിൽ നിന്ന് തന്നെയാണ്. ജിഷിൻ ഇത്തവണ വരാനുള്ള സാധ്യത അതിലേറെയാണ്. അതോടൊപ്പം നമ്മുടെ സെലിബ്രിറ്റി മേഖലയിൽ നിന്ന് ഏറെക്കുറെ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട താരം ബൈജു സോപാനമാണ്. ബിജു സോപാനം വന്നു കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റിംഗ് കൂടുമെന്നല്ല, സാധാരണക്കാരായിട്ടുള്ള ഒരുപാട് പ്രേക്ഷകർ അദ്ദേഹത്തിന് ഇപ്പോഴും തന്നെ ഫാൻ ബേസ് ആയിട്ടുണ്ട്. മറ്റൊന്ന് നമ്മുടെ വ്ളോഗിംഗ് രംഗത്ത് വന്ന് പ്രണവ് കൊച്ചുവാണ്. ഇത്ര സ്പീഡായിട്ട് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളുടെ മുന്നിലേക്ക് ഒരുപാട് പേരെ എത്തിക്കുക ചുരുങ്ങിയ സമയം കൊണ്ട്. ഇനി അങ്ങോട്ടും ഇത്തരത്തിലുള്ള അപ്ഡേറ്റുകൾ ഇങ്ങനെ തന്നെ ആയിരിക്കും. അപ്പോൾ പ്രണവ് കൊച്ചുവിനെ എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിലേക്ക്? നിങ്ങളുടെ അഭിപ്രായങ്ങളൊന്ന് കമന്റ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് അപ്ഡേറ്റുമായിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു. ടാറ്റ.